സ്കൂളുകൾ തുറന്ന രണ്ടാം ദിവസം തന്നെ ഒരു സ്കൂൾ വാഹനം അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. കിളിമാനൂർ അവിടെ ചെറിയ ക്ലാസ്സിലെ LP സ്കൂളിലെ കുട്ടികളെയും കയറ്റിപ്പോയ വാഹനമാണ് ചരിഞ്ഞത്. ഗൗരവതരമായ പരിക്കുകളൊന്നും ഇല്ല എങ്കിൽ തന്നെയും, ചെറിയ പരിക്കുകളെ കുട്ടികൾക്ക് ഉള്ളൂ എങ്കിൽ തന്നെയും ആ കുട്ടികളുടെ മാനസികാവസ്ഥ, ആ ചെറുപ്രായത്തിൽ തന്നെ ഒരു അപകടത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നതിന്റെ മാനസിക ആഘാതം, അത് ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലുതാണ്. ആ ആഘാതത്തിൽ നിന്നും ആ വാനിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട കുട്ടികളെ ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കേണ്ടതാണ്. സ്കൂൾ തുറക്കുമ്പോൾ, അല്ലെങ്കിൽ സ്കൂൾ തുറന്ന കഴിഞ്ഞ സാഹചര്യത്തിൽ സ്കൂൾ വാഹനങ്ങൾ മാത്രമല്ല, രാവിലെ പോകുന്ന പ്രൈവറ്റ് ബസ്സുകളിലും എല്ലാം പകുതിയിലധികവും വിദ്യാർത്ഥികളാണ്. അത് ഓടിക്കുന്ന ഡ്രൈവർമാർ എല്ലാവരും ആണെന്ന് പറയുന്നില്ല എങ്കിൽ ചിലരെങ്കിലും മദ്യപിക്കുന്നവരും മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നവരും മറ്റു ചില ലഹരി മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നവരും അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നവരുമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അത്തരം വാഹനങ്ങളെല്ലാം തന്നെയും പല വാഹനങ്ങൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അത് കാലാകാലങ്ങളിൽ പുതുക്കിയിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിലും രാവിലെയുള്ള ഓട്ടത്തിൽ പരസ്പരം മത്സരിച്ചോടുന്ന പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പലപ്പോഴും അപകടങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട് എന്നു മാത്രമല്ല, പുറത്ത് കേട്ടാൽ ആരും നെറ്റി ചുളിച്ചു പോകുന്ന തരത്തിലുള്ള തെറി വാക്കുകളാണ് ബസ്സിലെ ജീവനക്കാർ പരസ്പരം ഉപയോഗിക്കുന്നത്. ഒരു മിനിറ്റ് അല്ലെങ്കിൽ അര മിനിറ്റ് മുമ്പേ ഓടിയെന്ന കാരണത്താൽ ആ വണ്ടി, മുമ്പേ ഓടിയ വണ്ടി മറ്റേ വണ്ടി കുറുക്കിട്ട് തടയുക, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അസഭ്യം പറയുക, ചിലപ്പോൾ അത് കയ്യാങ്കളിക്കും വലിയ ബഹളത്തിനുമൊക്കെ കാരണമായിട്ടുണ്ട്. അപ്പോഴെല്ലാം ആ ബസ്സുകളിലെല്ലാം സ്കൂൾ കുട്ടികളടക്കമുള്ള വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും, വിദ്യാർത്ഥിനികൾ. അവരെല്ലാം ഈ തെറികൾ കേട്ടുകൊണ്ട്, അസഭ്യ വാക്കുകൾ കേട്ടുകൊണ്ട് ചെവി അടയ്ക്കുക അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല, അല്ലെങ്കിൽ കേട്ട് സഹിക്കുക. മാത്രമല്ല, പ്രൈവറ്റ് ബസ്സിൽ ഒരു മാസം 2 ട്രാഫിക് കേസുകളിൽ പ്രതിയായിട്ടുള്ള ഡ്രൈവർമാരെ സ്കൂൾ വാഹനം ഓടിക്കുന്നതിന് നിയമിക്കരുത് എന്ന ചട്ടം നിലവിലുണ്ട്. അത് എത്രത്തോളം പാലിക്കുന്നുണ്ടെന്ന് അതുമായി ബന്ധപ്പെട്ടവർ അന്വേഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകളിലെ ഡ്രൈവർമാരുടെ ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത് അവർ എത്ര കേസുകളിൽ പ്രതികളായിട്ടുണ്ടെന്നുള്ളതാണ്. ബസ് ഓടിക്കുന്നതിനിടയിലുണ്ടായ തർക്കങ്ങളായാലും, മറ്റൊരു ബസ്സിനെ അനാവശ്യമായി ഓവർടേക്ക് ചെയ്ത് പോയതിലുള്ള തർക്കങ്ങളായാലും, അശ്രദ്ധമായി അപകടങ്ങൾ വരുത്തിവെച്ചതിന്റെ പേരിലുള്ള കേസുകളായാലും, ബസ് ജീവനക്കാർ തമ്മിൽ പരസ്പരം കയ്യാങ്കളിയുടെ പേരിലുള്ള കേസിലായാലും, ആ കേസുകളുടെ എണ്ണം നോക്കിയാണ് അവരുടെ യോഗ്യത നിശ്ചയിക്കുന്ന പ്രൈവറ്റ് ബസ് ഉടമകളുമുണ്ട്. ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും സ്കൂൾ തുറന്നതിന്റെ അടുത്ത ദിവസവും ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അപകടം ഉണ്ടാകുമ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വണ്ടിയുടെ ഫിറ്റ്നസ്, ഡ്രൈവർമാരുടെ ക്ലിയർ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയെല്ലാം പരിശോധിക്കുകയും ഇനി അത് ഉണ്ടാവാതിരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതും
സർവ്വസാധാരണമാണ്. എന്നാൽ അപകടം ഉണ്ടാകുന്നതിന് മുൻപ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അപകടം ഉണ്ടാകുന്ന തരത്തിൽ വണ്ടികൾ ഓടിക്കാതിരിക്കുന്നതിനും അങ്ങനെ ഓടിക്കുന്നവരുടെ പേരിൽ കർശനമായ നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ടുന്ന വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ അവരത് പലപ്പോഴും കണ്ടില്ല എന്ന് നടിക്കുകയും അല്ലെങ്കിൽ ബസ് മുതലാളിമാരുമായും ചില ധാരണ ഉണ്ടാക്കിയിട്ടുള്ള ഉദ്യോഗസ്ഥർ, അത് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരായാലും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരായാലും തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരായാലും ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളായാലും എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരായാലും അവരെല്ലാം ഇത് പലപ്പോഴും കണ്ടടയ്ക്കുകയും അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്യുന്നത് സർവ്വസാധാരണമായിരിക്കും. അപകടം ഉണ്ടാവുകതിന് ശേഷം ചില വീൺപിളക്കലുകൾ നടത്തുന്നതിനേക്കാൾ നല്ലത്, എത്രയോ നല്ലതാണ്, അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് കർശനമായ നിയമങ്ങൾ, കർശനമായ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് കാര്യക്ഷമമായി അന്വേഷിക്കുകയും അത്തരം ട്രാഫിക് നിയമങ്ങൾ പാലിക്കാത്തവരുടെ പേരിൽ കർശനമായ നടപടികൾ സ്വീകരിക്കുകയും ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറെയും അത് നിയന്ത്രിക്കുന്നവരെയും ആ വണ്ടിയുടെ ലൈസൻസ് പെർമിറ്റ് അടക്കം അത് ശ്രദ്ധിക്കേണ്ട ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കാതെ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുന്ന ഉദ്യോഗസ്ഥരുടെ മേലെല്ലാം അപ്പോഴപ്പോൾ യഥാസമയ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അപകടങ്ങൾ ഏറെക്കുറെയൊക്കെ ഒഴിവാക്കാവുന്നതാണ്. ഇനിയും താമസിച്ചിട്ടില്ല. സ്കൂൾ തുറന്ന അവസരത്തിൽ ഇത്തരം ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും അത് പാലിക്കാത്തവരുടെ പേരിൽ, ഡ്രൈവറുടെ പേരിലായാലും ആ വണ്ടിയിലുള്ള മറ്റ് സ്റ്റാഫിന്റെ പേരിലായാലും അത് നിരീക്ഷിക്കേണ്ട ട്രാൻസ്പോർട്ട് വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ പേരിലായാലും പോലീസിന്റെ പേരിലായാലും കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ ചുരുക്കുന്നു. നന്ദി.